on. ഫഹജയുടെ വീഡിയോ ലക്ഷദ്വീപുകാരി എന്ന വ്ലോഗ് എന്റെ ഒരു പരസ്യത്തിന് 1 ലക്ഷം രൂപ താളുള്ളവർക്ക് ഇതൊക്കെ പറയാൻ പറ്റും. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ലക്ഷദ്വീപ് കാണാൻ വന്നവരുടെ കൂടെ നമ്മൾ ഇന്ന് നൈറ്റ് ഫിഷിങ്ങിന് പോവാണ്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളാണ് ഇതുള്ളത്. അപ്പോൾ അധികം വോയിസ് ഓവറൊന്നും കൊടുത്ത് ഞാനിതിനെ ബോറാണ് ആക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് വരും കേട്ടോ. ഇത്ര ട്രിപ്പ് നമ്മുടെ ട്രിപ്പ് ഇപ്പോൾ ലാസ്റ്റ് ഡേയിലാണ് നിൽക്കുന്നത്. ഇത്ര അടിപൊളിയാണെന്ന് ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് ഡേ നമ്മളിപ്പോൾ നൈറ്റ് ഫിഷിങ്ങിലാണ് ഉള്ളത്. നൈറ്റ് ഫിഷിങ് ഒന്നും നമ്മൾ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടായിരുന്നതല്ല, പക്ഷെ എന്നാലും ഷിയാബൊക്കെ നമ്മൾ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്തു തന്നു. ലൈറ്റോനോടും ബിഷിയിൽ നിന്ന് വാങ്ങോളെ. എവിടെ പോകുന്നു? നമ്മൾ ബക്കാൻ പോകുന്നു. നിങ്ങളുടെ നാട്ടില് ചൂണ്ടിടുന്നതിന് എന്താ പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ എന്താണെന്നറിയോ? ബപ്പാം ഫോണ്ടി. ബപ്പാം ഫോണ്ടി. അതെ, കുറച്ച് താളുള്ളവർക്ക് ഇതൊക്കെ പറയാൻ പറ്റും. അതായത് അതെ അതെ. അല്ല, അപ്പൊ ഇങ്ങനെ പറയണം, ബപ്പാം പോകാം, പോവാം. ഇവിടെ ചൂണ്ടിടുന്നതാണ് സ്പീഡ് വെസലിന്റെ മുകളിലൊക്കെ ഇരുന്നിട്ട്. അസ്തമയ സൂര്യന് നിങ്ങൾ എന്ത് പറയും? അല്ല, ഇത് കോമഡി എന്താണെന്നറിയോ? പുള്ളി മലയാളത്തിൽ പറഞ്ഞിട്ട് മലയാളത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് നിങ്ങൾ എന്താണോ പറയാൻ പോകുന്നത് അത് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നത്. അല്ല, ഞങ്ങൾ ഫുളിത് എന്ന് പറയും. ഫുളിത് ചില വേർഡ്സിൽ മാത്രം തണ്ണി അത് തമിഴ് വേർഡാ. തമിഴ്. പിന്നെ ഫിത്തിനൊക്കെ അറബി വേർഡല്ലേ? ഫിത്തിന അതൊക്കെ ഇന്ന മീൻസ് മീൻ. ഞങ്ങൾ കുറ്റം പറയാ അങ്ങനെയൊക്കെ. നിങ്ങളുടെ ഫിത്തിന എന്താ? പപ്പടം. മട്ടക്ക് മുട്ടയ്ക്ക് മട്ട. പിന്നെന്താ? അതില്ല. ചോറിന് ഷോറ്. അക്ഷരമാല. ഞങ്ങൾക്ക് ലിപിയില്ല. ജസരിയാണ് എഴുതുന്നത്, മലയാളം ഇംഗ്ലീഷാണ്. നമ്മുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ഇംഗ്ലീഷാണ്, മദർ ടങ് മലയാളവും. അങ്ങനെയാണ്. ദേശത്തിന് എന്താ പറയുന്നേ? അരിശം. ഇതില്ലേ, അതായത് നിങ്ങളെ സോഡിന്റെ ഷോടാന്നല്ലേ പറയുന്നത്. ഇത് ഏതിലാന്നറിയോ? റൺ ഗണ്ണിയാൻ പോയതാ. കുത്താൻ പോയി. ചെറിയ മീമി ആരാണ് ഇത്? ഇന്ന ഫീറന്നി ഇട്ട് ഈനഹിറനി മെട്ടിയ ഇതാണ് ഗൈസ് പരിപാടി. ഇതിന്റെ മീന് വരയാണ് പരിപാടി എന്ന് പറയുന്നത്.
ഷിഹാബ് തുള്ളിയിരിക്കുന്നു ഗൈസ്. നിങ്ങളാരും ചാടുന്നില്ല? ചാടുന്നില്ലേ? അറിയോ ഉള്ള അമ്പലിച്ചേലുള്ള പാട്ട് മീൻ കിട്ടുക കിട്ടിയ മീൻ കവരത്തിയിലെ മത്സ്യകന്യകൻ ഉസ്താദ് ഷിഹാബ്. ഇത് പാരറ്റ് ഫിഷില് ഇത് പാരറ്റ് ഫിഷാ? ഇല്ല, പാരറ്റ് ഫിഷ്. ഇവിടെ കളച്ചോട്ടെ. ഇത് 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 റെഡ് സ്നാപ്പർ എന്നതാ. ഇതാണ് ഗൈസ് ഇവരുടെ ട്രാവൽ ഏജൻസി വഴി വന്നാലുള്ള ഗുണം അല്ലേ? പറയൂ, ഹൗ വാസ് ദി എക്സ്പീരിയൻസ്? ഇതാരെ പിടിച്ചത്? ഇപ്പൊ പിടിച്ചത് നിങ്ങളാണ്, അതിന് മുന്നേ പിടിച്ചതരാ. ഷിയാബ്ക്കാരുടെ കൂടെ ട്രിപ്പിൽ വരുമ്പോ ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. ഈ മീനിന്റെ പേരൊക്കെ അറിയോ? നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ മീനൊക്കെ ഉണ്ടോ? അതൊക്കെ ലഗൂൺ ഫിഷ് അല്ലേ? യെസ് യെസ്, ലഗൂണിൽ മാത്രം. നിങ്ങളുടെ അവിടെ കിട്ടുന്ന കരിമീൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ഇതിന്റെ പാരറ്റ് ഫിഷ് എന്ന് പറയും. ഞങ്ങള് ഷിയാബ്ക്കാരുടെ കൂടെ ലക്ഷദ്വീപ് ട്രിപ്പ് എടുത്തിട്ട് ഇന്ന് നൈറ്റ് ഫിഷിന് വന്നിട്ട് കിട്ടിയ മീനുകളാണിത്. ലഗൂൺ ഫിഷ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണിത്. ഞങ്ങൾക്ക് ഇന്ന് ഗ്രില്ല് തരാന്നാണ് ഷിയാബ്ക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾക്ക് വേണ്ടി ഷിയാബ്ക്കാരെ കോണ്ടാക്ട് ചെയ്യുക. എന്റെ ഒരു പരസ്യത്തിന് 1 ലക്ഷം രൂപ ഒന്നും ചെയ്യില്ല. പഠിച്ചോ അടുത്ത വരെ സെറ്റായി, ഇതിനേക്കാളും സെറ്റായി കേട്ടാ. ഇനി എന്തെങ്കിലും പറയണോ? पापा, ऋषभ और मैंने वीकेंड पे ओयो बुक किया है. ये तुम क्या बात कर रही हो? स्टार्टिंग एट ₹999. അതാണ് നമ്മുടെ ഇൻസ്ട്രക്ടർ പറഞ്ഞത്. റെഡിയാ? ഫൈനലിണ്ടാന്നല്ലേ ഞാൻ ദുബായിൽ നിന്ന് ലീവിൽ വന്നപ്പോഴാണ് ലക്ഷദ്വീപിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ വന്നത്. അപ്പോൾ ബഹജയുടെ വീഡിയോ ലക്ഷദ്വീപുകാരി എന്ന വ്ളോഗ് ഞങ്ങളെ കുറെ സഹായിച്ചു ഇവിടെ എത്താൻ വേണ്ടി, ഷിയാബ് ഖാനെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങളും ഇതുപോലുള്ള ലക്ഷദ്വീപ് അനുഭവങ്ങൾക്ക് വേണ്ടി ഇങ്ങോട്ട് വരിക. എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് പറയൂ? എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ടൈമാണ് ലക്ഷദ്വീപ് ഇവിടെ എത്തുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ ഒരുപാട് സ്കൂബ ചെയ്തു, പല കാര്യങ്ങളും ചെയ്തു. ഇതിപ്പോൾ ഇന്ന് ഞങ്ങളുടെ ഫൈനൽ നൈറ്റാണ് ഇവിടെ കവരത്തിയിൽ. ഇത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ഫിഷൊക്കെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കയ്യെ പിടിക്കുന്നത്. അടിപൊളിയായിരുന്നു. ഇവർക്ക് അറിയാം എത്ര ബുദ്ധിമുട്ടുണ്ടെന്ന്. ഇപ്പോൾ വെസലായി കഴിഞ്ഞാലും ഷിപ്പ് ടിക്കറ്റ് ആയാലും കിട്ടാനായിട്ട്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഷിയാബ്ക്ക് നമുക്ക് ടിക്കറ്റ് വെസലിൻ്റെ ആയാലും പിന്നെ അതുപോലെ തന്നെ ഷിപ്പിൻ്റെ ആയാലും അറേഞ്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ ഷിയാബ്ക്ക് ഒരു വലിയ താങ്ക്സ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നതിന്. ഇൻഷാ അല്ലാഹ്.